അപ്പം നമുക്ക് ലോബികളൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു 20 വർഷം കഴിയുന്ന ഈ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ 20 വർഷം മുമ്പ് അങ്ങോട്ടേക്കെന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടല്ലോ ആളുകൾ തമ്മിലുള്ള, അത് വളരെ വിഭിന്നമായിട്ടാണ് ഇപ്പം പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സാറിന് എന്താ തോന്നുന്നത്? ഇപ്പോൾ പുതുതലമുറ മൊത്തത്തിൽ നമുക്ക് സിനിമാ ലോകത്ത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും എല്ലാ ബന്ധങ്ങളിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ സിനിമാ ലോകത്തേക്ക് വരുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ എങ്ങനെയാണ്? അല്ല, സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ സിനിമ എന്ന് പറയുമ്പോൾ സിനിമ ഒരു എന്താ പറയുക, ഒരു ഷിപ്പിലെ ഒരു ആൾക്കാരുടെ ഒരു അവസ്ഥയാണ് നമ്മൾ എടുക്കുന്നത്. ഡയറക്ടർ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്നുള്ളതാണ് കാര്യം. ഒരു അച്ചടക്കം, ഒരു പട്ടാള ചിട്ട ഒരു കാലഘട്ടത്തിൽ സിനിമ. അതെ അതെ, അത് അതിൻ്റെ ഇടയ്ക്കൊന്ന് ചേർക്കാൻ, അതായത് അന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ക്രിപ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു ഈ പറയുന്ന ഒരു ത്രെഡ് പറഞ്ഞിട്ട് ഓൺ ദി സ്പോട്ടിൽ ഇങ്ങനെ എന്താ ബിഹേവ് ചെയ്യാന്നൊക്കെ പറയുന്നിട്ട് ആ ഒരു ടൈപ്പിലാണ് നമ്മളിപ്പം പല സിനിമകളും വന്നിട്ടുള്ളത്. സക്സസ് ആവുന്നുണ്ട് പലതും. അപ്പൊ അതും കൂടെ ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കാണ് ഇനി ഈ ഒരു കാര്യം. അല്ല, അത് സിനിമ ടെക്നിക്കലി ഒരുപാട് വളർന്നിട്ടുണ്ട് പഴയതിൽ നിന്ന്. ഇപ്പൊ നമുക്ക് എന്ത് ഇമാജിൻ ചെയ്തോ അത് നമുക്കിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മറ്റേ CG രീതിയിലായാലും ശരി, VFX എങ്ങനെയാണെങ്കിലും ചെയ്യാം. പക്ഷേ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് സിനിമ ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ഡിജിറ്റൽ ആയതിനു ശേഷം ഫിലിം എന്നുള്ള ഒരു സംഭവം പോയി. ഫിലിം ഫീൽഡ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പം. ഫിലിം ഇല്ല സിനിമയിൽ. അപ്പം ആ ഫിലിം ഒരു വിലയുണ്ട്, നല്ല വിലയുള്ള ഒരു അസംസ്കൃത വസ്തുവാണ് സിനിമ, ഫിലിം. അപ്പൊ ഈ ഫിലിം ഉപയോഗിക്കുന്നതിൽ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പം എത്ര റോൾ ഫിലിം വേണം എന്ന് ആദ്യം ബഡ്ജറ്റ് കൊടുക്കണം. ഞാൻ ഈ സിനിമയ്ക്ക് ഇത്ര റോൾ 50 റോൾ അല്ലെങ്കിൽ 40 റോൾ അല്ലെങ്കിൽ 60 റോൾ 100 റോൾ എത്രയായാലും നമുക്ക് ആ ഒരു സിനിമയുടെ അനുസരിച്ചാണ്. അതുവരെ ബഡ്ജറ്റ് വരുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തീർക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിനിമ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു ഡയറക്ടറുടെ മനസ്സിൽ ഒരു എഡിറ്ററും ഉണ്ടാവും. എഡിറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്നത് മതി എനിക്ക്, ഇന്നതേ ഞാൻ ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 2-3 ക്യാമറ വെച്ചിട്ട് നമുക്കങ്ങ് എടുത്തുകൊണ്ട് പോവുക. ഇപ്പം ഡയറക്ടർക്ക് ഉപരിയായിട്ട് എഡിറ്ററാണ് സിനിമ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുക, അദ്ദേഹമാണ് എഡിറ്റർ കാണുന്ന സിനിമ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. പണ്ട് ഡയറക്ടർക്കായിരുന്നു. ഡയറക്ടർ തീരുമാനിക്കുന്ന ഷോട്ട്സ് മാത്രമേ ഉണ്ടുള്ളൂ. അതിൻ്റെ ആവശ്യമില്ലാത്ത പോർഷൻസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാമെന്ന് മാത്രമാണ് എഡിറ്ററുടെ ജോലി. ഇന്നങ്ങനെയല്ല. ഇന്ന് 3 ക്യാമറയിലുള്ള വിഷ്വൽസ് ഒന്നിച്ചുകൊണ്ട് എഡിറ്റർ മുമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എഡിറ്റർക്ക് ഒരുപാട് ജോലി കൂടുകയാണ്. പിന്നെ ഈ ഡിജിറ്റൽ ആയതിനു ശേഷം വേറൊരു കാര്യം തോന്നിയിട്ടുള്ളത്, ഒരു സീരിയസ്നെസ് നഷ്ടപ്പെട്ടു എന്ന് സംശയമാണ്. കാര്യം പണ്ട് നമ്മളൊരു ആർട്ടിസ്റ്റ് ഒരു 3-4 റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് ടേക്ക് എടുക്കുന്നത്. ഇപ്പം പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ, വായിച്ചു കേട്ട് നേരെ ടേക്ക് എടുക്കുക. ആ ടേക്ക് ഓക്കെ ആയില്ല, അങ്ങനെ 10 ടേക്ക് എടുത്താലും കുഴപ്പമില്ല, കാരണം നഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് സംബന്ധിച്ചോളം പണ്ട് നമ്മൾ ഒരുപാട് മലയാളത്തിലെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റിന് സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. നമ്മളൊരു റിഹേഴ്സലിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ അവർക്ക് എന്താ നമുക്ക് വേണ്ടതിൻ്റെ ഒരു 40% അവർ കാണിക്കത്തുള്ളൂ. കാര്യം നമുക്ക് ബിഹേവ് ചെയ്തിട്ട് അത് ഇന്നാണെങ്കിൽ ചെയ്യാൻ പോകുന്നത്, ഇന്നാണ് ഡയലോഗ്, ഇന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും എൻ്റെ മൂവ്മെന്റ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അവർ കാണിക്കും. പക്ഷേ റിയൽ ടേക്ക് വരുമ്പോഴാണ് അവരുടെ ആ റിയൽ പെർഫോമൻസ് വരുന്നത്. അപ്പോൾ ആ പെർഫോമൻസ് കഴിഞ്ഞ് ചിലപ്പോൾ അത് ഓക്കെ ആയില്ലെങ്കിൽ ഒരു ടേക്ക് എടുക്കാം. 3-4 ടേക്കിലേക്ക് പോയി കഴിയുമ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഡൗൺ ആവും. കാര്യം അവർക്ക് ആ ഒരു ഇതിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ കഴിയുന്നിടത്തോളം നമ്മൾ റിഹേഴ്സ് ചെയ്തിട്ട് ഒരു ടേക്കിൽ നിർത്തും. അപ്പോൾ സാർ ഈ പറഞ്ഞതിനോട് കൂടെ ചേർക്കുന്നു, എൻ്റെ അമ്മയും അങ്ങനെയുള്ള ആ തലമുറ ഇപ്പോൾ ഏതെങ്കിലും സിനിമ കാണാൻ താല്പര്യപ്പെടുന്നില്ല. ഇല്ല. പിന്നെ പറയും എനിക്ക് തിയേറ്ററിൽ വന്നിരുന്ന് ഉറങ്ങാൻ വയ്യ, അല്ലെങ്കിൽ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എന്താ കണ്ടേ, പിന്നെ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥകളൊക്കെയാണ്. അതായത് ഒരു നിഗൂഢമായി എന്തൊക്കെയോ കാണിച്ചിട്ട് പോകുന്നു എന്നുള്ളത്. ഇപ്പം ചില ആളുകൾ ഇപ്പം ഞാൻ ഈ അഭിപ്രായം പറയുമ്പോൾ എന്നെ വല്ലതും പറയുമെന്ന് തോന്നുന്നു. എങ്കിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല. അത് സിനിമയുടെ കുഴപ്പമാണോ ഈ കാലഘട്ടത്തിന്റെ കുഴപ്പമാണോ എന്നറിയില്ല. അല്ല, സിനിമയുടെ മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, പാട്ടുകൾ എടുത്ത് നോക്കൂ. പാട്ടുകൾ നമ്മൾ കാറിൽ പോകുമ്പോഴോ എവിടെയും പോകുമ്പോഴോ കേൾക്കുന്ന പഴയ പാട്ടുകളാണ്. അതെ. എന്തുകൊണ്ട്? സരിത ഗായികയാണ്.
ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾ എത്ര എനിക്കൊന്നും പാട്ടുകളാണ് ഓർമ്മയില്ല. നമുക്ക് സ്റ്റേജിൽ ഇപ്പോഴത്തെ പാട്ടൊന്ന് പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും സ്വസ്ഥമായിട്ട് നമുക്കൊരു പാട്ടെന്ന് പറഞ്ഞ് അവതരിപ്പിക്കണമെങ്കിൽ ഒരു 80s പാട്ടുകൾ അങ്ങോട്ടേക്ക് പോകണം. അതാണ് പറഞ്ഞത്. എല്ലാത്തിലും ആ മാറ്റമുണ്ട്. അതെ. കലാപരമായ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ഭയങ്കര ഫാസ്റ്റ്നെസ്, ഒരു സ്പീഡാണ് ആൾക്കാർക്ക് വേണ്ടത്. ആ സ്പീഡ് എവിടെ കൊണ്ട് എത്തിക്കും നമ്മള്? നമുക്ക് സ്പീഡ് മാത്രം പോരല്ലോ, അതിനകത്തൊരു ഒരു കണ്ടന്റ് വേണ്ടേ? ഇന്നിപ്പം പാട്ടുകളുടെ വരികൾ, എത്ര പാട്ട് കേട്ടാൽ വരി മനസ്സിലാവും? ഇല്ല, മനസ്സിലാവുന്നില്ല. പണ്ടങ്ങനെയല്ലോ. പണ്ട് പാട്ട് കേട്ടാൽ വയലാർ എഴുതിയ പാട്ട്, അല്ലെങ്കിൽ ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ട്, അല്ലെങ്കിൽ ONV എഴുതിയ പാട്ടുകൾ, അല്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ടുകൾ, അല്ലെങ്കിൽ ബിച്ചു തിരുമേനി എഴുതിയ പാട്ടുകൾ, അതിനൊക്കെ അതിൻ്റെതായ ഒരു വാല്യൂ ഇല്ലായിരുന്നു. ശരിയാണ്. ആ ലിറിക് ആരൊക്കെയോ എഴുതുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ആരൊക്കെയോ മ്യൂസിക് ചെയ്യുന്നു. പണ്ടങ്ങനെയല്ല. പണ്ട് നമ്മളൊരു പാട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചടങ്ങാണ്. ഒരു തിയേറ്ററിൽ കംപ്ലീറ്റ് ഓർക്കസ്ട്ര വന്നിരുന്നു, മ്യൂസിക് ഡയറക്ടർ വന്നിരുന്നു, അയാളുടെ കണ്ടക്ടർ വന്നു, അയാൾ നോട്ട്സ് കൊടുത്തു, നൊട്ടേഷൻ എഴുതി മ്യൂസിക് റെക്കോർഡ് ചെയ്ത്. അപ്പം തന്നെ ഗായകൻ വന്നു, അല്ലെങ്കിൽ ഗായിക വന്നു, അവർ കൂടെ ഒന്ന് പാടി. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് റെക്കോർഡ് ചെയ്തു. അത് തെറ്റുണ്ടെങ്കിൽ വീണ്ടും ഫുൾ റെക്കോർഡ് ചെയ്തു. ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വന്നപ്പോൾ മ്യൂസിക് മാത്രം എടുക്കുന്ന കാലഘട്ടം വന്നു. ആർട്ടിസ്റ്റിന് പകരം ഗായകർക്ക് പകരം ആരും ട്രാക്ക് പാടും, പിന്നെ ഗായകർ വന്ന് പാടുന്ന അവസ്ഥ വന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും എവിടെയൊക്കെയോ വരുന്നു, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു. ഓർക്കസ്ട്ര ഇല്ല, വയലിൻ മാത്രം എവിടുന്ന് വരുന്നു, ബോംബെ നിന്ന് വയലിൻ വായിക്കുന്നു, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. അവിടെ US ഇരുന്നിട്ട് ആരെങ്കിലും കീബോർഡ് വായിക്കുന്നു, അതിവിടെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് അത് ടെക്നിക്കലി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ചില സമയങ്ങളിൽ ആത്മാവ് എന്ന് പറഞ്ഞ സാധനം നഷ്ടപ്പെട്ടില്ലേ? സിനിമയ്ക്കും സംഭവിച്ചത് തന്നെ. സിനിമയ്ക്കും സംഭവിച്ചിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. ആ ആത്മാവ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് സരിത നേരത്തെ പറഞ്ഞത്, സരിതയുടെ അമ്മ അല്ലെങ്കിൽ ആൾക്കാർ സിനിമ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. എന്തുകൊണ്ട്? നമ്മുടെ ഒരു സിനിമ എന്താണ്? ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് ഏതായാലും പറഞ്ഞ ഒരു മാജിക്കാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് മയക്കുന്ന സാധനമില്ലേ, നമ്മളെ ഹിപ്നോട്ടിസം. സിനിമ ഹിപ്നോട്ടിസമാണ്. കാര്യം നമ്മളൊരു തിയേറ്ററിൽ പോയാൽ സിനിമ കാണാൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ 5 മിനിറ്റിന് ഉള്ളിൽ ആ സിനിമയിലേക്ക് നമ്മളെ ആകർഷിക്കണം. ആ സിനിമ നമ്മളിലേക്ക് കടക്കണം. അങ്ങനെ കടന്നില്ല എങ്കിൽ ആ സിനിമ പരാജയമാണ്. അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ അസ്വസ്ഥരാകും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ എടുത്ത് നോക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കും, വേറെ ചിലർ ഉറങ്ങും. പക്ഷെ 5 മിനിറ്റ് കൊണ്ട് സിനിമ നമ്മളെ ആ ഹിപ്നോട്ടിസ് ചെയ്ത് സിനിമയിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഇന്റർവെൽ സേഫാണ്. ഇന്റർവെല്ലിൽ നല്ലൊരു പഞ്ച് കൊടുത്ത് സെക്കൻഡ് ഹാഫ് കാണാനുള്ളൊരു താല്പര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ പുറത്തുപോയി അല്ലെങ്കിൽ ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ തിരിച്ച് വീണ്ടും കയറി ഇരിക്കുമ്പോൾ അടുത്ത കാണാനുള്ള ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്റർവെൽ കഴിഞ്ഞാൽ അടുത്ത 5 മിനിറ്റും ഇതുവരെ ക്രിട്ടിക്കലാണ്. ആ 5 മിനിറ്റിൽ തിരിച്ചവരെ സിനിമയിലേക്ക് കയറ്റണം. കയറ്റി കഴിഞ്ഞാൽ ക്ലൈമാക്സ് വരെ പോകും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മറ്റെല്ലാ ചിന്തകളും പറഞ്ഞ് സ്ക്രീനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത്. അല്ലാതെ ഞാൻ തിയേറ്ററിൽ കയറിയിരുന്നു, ഞാൻ മറ്റു പല കാര്യങ്ങളും ആലോചിച്ചു, എൻ്റെ വീട്ടിലെ കാര്യം ആലോചിച്ചു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആലോചിച്ചു, അല്ലെങ്കിൽ മൊബൈലിലെടുത്ത മെസ്സേജുകൾ നോക്കി, വാട്സാപ്പ് നോക്കി, ഇതൊക്കെ നോക്കിയിരുന്ന ആ സിനിമ നമ്മളിൽ നിന്ന് വിട്ടുപോകും. അപ്പൊ നമുക്ക് സിനിമ എന്താണെന്ന് അറിയാൻ പറ്റില്ല. പലപ്പോഴും തിയേറ്ററിൽ കാണുന്ന കാര്യം അതാണ്. പലപ്പോഴും നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഇങ്ങനെ ലൈറ്റ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കത്തുന്ന, എല്ലാവരും മൊബൈലെടുത്ത് കളിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അപജയം. അതാണ്. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറക്ടർ നമ്മളോട് സംസാരിച്ചതാണ് ഇക്കാര്യം. എന്തായാലും പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചൊന്നും അറിയാൻ ആഗ്രഹമുണ്ട്. ഞാനിപ്പോ അയ്യപ്പസ്വാമിയുടെ ഒരു ചരിത്രം ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യഥാർത്ഥ, അതായത് അയ്യപ്പസ്വാമിയുടെ യഥാർത്ഥ ഒരു ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന് പറഞ്ഞിട്ട് സംസ്കൃത ഗ്രന്ഥമുണ്ട്. 100-400 വർഷം മുമ്പ് എഴുതപ്പെട്ടതാണ്. അത് മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കേരള ചരിത്രം എന്ന സംഭവത്തിന് എടുത്ത അതിലാണ് അയ്യപ്പന്റെ യഥാർത്ഥ കഥ പറയുന്നത്. അയ്യപ്പൻ ആരായിരുന്നു? ധർമ്മശാസ്താവിന്റെ മനുഷ്യാവതാരമായ അയ്യപ്പൻ പന്തള രാജ്യത്ത് വന്നതും ആ വിഷയം, ആ ഭൂതനാഥോപാഖ്യാനത്തിനെ ബേസ് ചെയ്തിട്ട് സ്വാമിയെ ശരണയ്യപ്പ എന്നൊരു സിനിമ ചെയ്യുന്നു. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഹെൽപ്പോടുകൂടിയാണ് ചെയ്യുന്നത്. കാര്യം നമ്മളെപ്പോഴും നമ്മൾ അഡ്വാൻസ് ആയിട്ട് നിൽക്കണം. ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ സിനിമകളെല്ലാം എഹെഡ് ഓഫ് ടൈമാണ്. കാര്യം ഇന്നും
ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ പല സ്ഥലത്ത് കാണുമ്പോഴും നമ്മുടെ ഓരോ സിനിമയുടെ രംഗങ്ങൾ എടുത്ത ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ അടുത്ത 2 ദിവസം മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ നഗരങ്ങൾ ചെന്ന് രാവാർക്കാം എന്നതിൻ്റെ സിനിമ, അതായത് 89 ഇറങ്ങിയ സിനിമയാണ്. ആ സിനിമയിലെ രംഗം അതുപോലെ ആൾക്കാർ ഇങ്ങോട്ട് പറയുന്നു. അപ്പം മാത്രമല്ല, ഇന്ന് പല നമ്മൾ ചാനൽ എടുത്ത് നോക്കിയാലും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും എൻ്റെ പഴയ സിനിമകൾ ഇങ്ങനെ, ഞാൻ ഉദാഹരണം പറഞ്ഞ നാടോടി മന്നൻ സിനിമ ഞാൻ 2012 ചെയ്ത സിനിമയാണ്. അത് കഴിഞ്ഞ് അടുത്ത കാലത്ത് 2020-ലോ 2021-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരു ദിവസം രാവിലെ ഞാനിങ്ങനെ രാവിലെ എണീറ്റ് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂജയും കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മൊബൈൽ ഞാൻ സൈലന്റ് ആയിരിക്കും. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് മിസ്ഡ് കാൾ നോക്കിയപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, അതുപോലെ 24-ൽ നിന്ന് വിളിച്ചിരിക്കുന്നു, ജനത്തിൽ നിന്ന് വിളിച്ചു, പല ചാനലുകളിൽ നിന്ന് എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പം എന്താണെന്നറിയില്ല, എന്താ പ്രശ്നം എന്നറിയില്ലല്ലോ. ഞാൻ ഉടനെ ഏഷ്യാനെറ്റിൽ വിളിച്ചപ്പോൾ പറഞ്ഞു, എവിടെയുണ്ട് സാർ? ഞാൻ ഏറ്റവും വീട്ടിലുണ്ട്. കുറേ നേരം കൊണ്ട് ഞങ്ങൾ വിളിക്കുന്നത് കിട്ടുന്നില്ലല്ലോ. ഞാൻ രാവിലെ പൂജയൊക്കെ ആയിരുന്നു. ഒന്ന് TV ഓൺ ചെയ്യൂ, ന്യൂസ് ഓൺ ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാൻ എന്താണ് സംഭവിക്കുന്നറിയില്ല. ഞാൻ ന്യൂസ് ഓൺ ചെയ്തപ്പോഴാണ് കാണുന്നത് എന്താ, മരടിൽ ഫ്ലാറ്റ് പൊളിക്കുന്ന ദിവസം. അപ്പോൾ രസം എന്ന് പറഞ്ഞാൽ ഞാൻ മരയുടെ ഫ്ലാറ്റ് പൊളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ ഫ്ലാറ്റ് ഒറിജിനലി പൊളിച്ചുകൊണ്ടിരിക്കുന്നു, റൈറ്റ് സ്ക്രീനിൻ്റെ അടുത്ത സൈഡിൽ നാടോടി മന്നൻ്റെ സിനിമയുടെ ക്ലൈമാക്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് 2012 ആ ഫ്ലാറ്റ് പൊളിക്കുന്നത്, അതായത് കൺട്രോൾഡ് ഡിമോളിഷൻ എന്ന സംഭവം. ഈ കൺട്രോൾഡ് ഡിമോളിഷൻ എന്ന സാധനം എന്താണെന്ന് ഒരു ആൾക്കാർക്ക് അറിയാത്ത സമയത്ത് നമ്മൾ ആ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ആ സിനിമയെ പ്രവർത്തിച്ച പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ചോദിച്ചു, ഇതൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യൂ, വിശ്വസിക്കുമോ? അപ്പോൾ ഇത് നമ്മൾ നോക്കിയപ്പോൾ ഇത് ഇന്ത്യയിൽ ചെയ്തിട്ടില്ല, പുറത്ത് രാജ്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പല വീഡിയോസും എടുത്ത് കണ്ട്, അപ്പോൾ അതുപോലൊരു ഡ്രസ്സൊക്കെ പാറ്റേണൊക്കെ നമ്മൾ ഉണ്ടാക്കി, അങ്ങനെയാണ് നമ്മൾ ചെയ്ത് ഒരു സായിപ്പിനെ കൊണ്ടുവന്ന്. ഈ സായിപ്പ് പറഞ്ഞാലേ ആൾക്കാർ വിശ്വസിക്കുന്നുള്ളതല്ലോ. പണ്ട് നമ്മൾ സായിപ്പ് പറഞ്ഞാൽ വലിയ കാര്യമാണെന്നുള്ള, അങ്ങനെ സായിപ്പിനെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ രസം നോക്കുമ്പോഴത്തേക്കും ഈ മരട് ഫ്ലാറ്റ് പൊളിക്കുമ്പോഴും ഞാൻ കൊടുത്ത അതേ യൂണിഫോം, അതേ കളർ യൂണിഫോമിലാണ് അവരവിടെ നിൽക്കുന്നത്. പേര് പോലും സാമ്യമുണ്ട്, നമ്മൾ കൊടുത്തൊരു പേരുണ്ടായിരുന്നു, അതേ സാമ്യം. അപ്പോൾ ഇവരെല്ലാം വിളിക്കുന്നു, ബൈറ്റ് വേണം. ശ്രീരാമൻ എല്ലാം വരാൻ പറഞ്ഞു, എല്ലാവരും ബൈറ്റ് കൊടുത്തു. ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ആ കാലഘട്ടത്തിൽ 10 വർഷത്തിന് മുമ്പ് നമ്മൾ ചെയ്തൊരു സാധനം ഇപ്പൊ റെഡി. അതുപോലെ പല സിനിമകളിലും ഇന്നിപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു, 2 ദിവസം മുമ്പ് ഒരാൾ പറഞ്ഞു നഗരങ്ങളിൽ ചെന്ന രാവാർക്കാവിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ അടുത്തിറങ്ങിയ ഒരു സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ആ സിനിമയുടെ ക്ലൈമാക്സ് ഒന്ന് നഗരങ്ങളിൽ ചെന്ന രാവാർക്കാവിന്റെ അതേ ക്ലൈമാക്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പല സിനിമകളിലും നമ്മൾ ചിലപ്പം അത് എൻ്റെ ഒരു കഴിവോ ബുദ്ധിയോ ഒന്നുമല്ല, അതിൽ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് എഹഡ് ടൈം പോയിട്ടുള്ളത്. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയുടെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, എത്രയോ കാലങ്ങളിൽ വന്നിട്ടുണ്ട്. പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് 60 കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്, പിന്നെ മെരിലാൻഡിന്റെ 70 കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്, പിന്നെ മെരിലാൻഡിന്റെ സീരിയൽ തന്നെ വന്നിട്ടുണ്ട്. പല രീതിയിലും അയ്യപ്പന്റെ കഥകൾ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലൊരു ട്രീറ്റ്മെന്റ് ആണ് ഞാൻ എൻ്റെ സിനിമയെ സ്വീകരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കണത് കാണാൻ വേണ്ടി. കാരണം അതിൽ പാട്ടുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ. അതിൽ 8 പാട്ടുകളുണ്ട്. അത് M ജയചന്ദ്രനാണ് മ്യൂസിക്. ഒരുവിധപ്പെട്ട എല്ലാ എഴുത്തുകാരും എഴുതിയിട്ടുണ്ട്. യേശുദാസ് ഉൾപ്പെടെ എല്ലാവരും പാടുന്നുണ്ട്. ദാസേട്ടൻ പറഞ്ഞ്, ഞാൻ പാട്ട് നിർത്തി, ഞാൻ പാടുന്നില്ല, ഇത് അയ്യപ്പൻ്റെ ആയതുകൊണ്ട് ഞാൻ പാടാം എന്ന് പറഞ്ഞ് ദാസേട്ടൻ പാടുന്നു. മിക്കവാറും എല്ലാ സിംഗേഴ്സും ഉണ്ട്. പാട്ടാണ് ഹൈലൈറ്റ്. പിന്നെ ഭഗവാൻ അയ്യപ്പസ്വാമി എന്താണ് പറയുന്നത് അതുപോലെ നടക്കുന്നത്. അതെ, തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വമ്പൻ സക്സസ് ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും തിരക്കേറിയൊരു റൊട്ടീൻ ഉണ്ടാവാം, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പോഴും പറയുന്നു, സാമൂഹ്യപരമായിട്ട് ഇത്രയധികം പ്രവർത്തനങ്ങൾ ഈ സമയത്തും അഹോരാത്രം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനെല്ലാം കൂടുതൽ കരുത്ത് പകരാൻ ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. അനുഗ്രഹം. സ്വാമിയേ ശരണമയ്യപ്പ. നന്ദി, നമസ്കാരം.